ഹായ് നമസ്കാരം, എല്ലാവർക്കും AVS വേൾഡിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസ്, അറിവുത്സവം ക്വിസ് എന്നീ ക്വിസ് മത്സരങ്ങളുടെ സബ് ജില്ലാതലം, ജില്ലാതലം, സംസ്ഥാനതലം എന്നീ വിഭാഗങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവർ അതുകൂടി കാണുക, പ്രയോജനപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ആദ്യത്തെ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരം ശ്രീലങ്കൻ താരമായ കുമാർ സംഗക്കാരയാണ്. അടുത്ത ചോദ്യം, ഇസ്രോയുടെ അതായത് ISROയുടെ 2026 ആദ്യത്തെ വിക്ഷേപണം ഏതാണ്? അന്വേഷ അതായത് EOS-N1 ആണ് ISROയുടെ 2026 ആദ്യത്തെ വിക്ഷേപണം. അന്വേഷ വിക്ഷേപിച്ച വാഹനം PSLV C-62 ആണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് അന്വേഷ വിക്ഷേപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, NCTA അതായത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, ശരിക്കും NTCA എന്നാണ് വരേണ്ടത്. എന്നാൽ ചിലപ്പോഴൊക്കെ ഔദ്യോഗിക രേഖകൾ അബദ്ധത്തിൽ അടിച്ചു പോകുന്നത് NCTA എന്നാണ്. അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. ശരിക്കും NTCA ആണ്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇതിൻ്റെ കണക്ക് പ്രകാരം 2025 ഇന്ത്യയിൽ മരണപ്പെട്ട കടുവകളുടെ എണ്ണം എത്രയാണ്? 166 കടുവകളാണ് 2025 ഇന്ത്യയിൽ മരണപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് ഇത് ഓടുന്നത്. 90 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിനാണ് നമോ ഗ്രീൻ ട്രെയിൻ. ഹൈഡ്രജൻ റെയിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മറ്റു രാജ്യങ്ങൾ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയാണ്. അടുത്ത ചോദ്യം, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? EP രാജഗോപാലനാണ് 2025 ഓടക്കുഴൽ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. അടുത്ത ചോദ്യം, 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര്? S. ഹരീഷാണ് 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആര്യൻ വർഷ്ണോയ് ആണ് ഇന്ത്യയുടെ 92ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷൻ്റെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യരാണ് പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ. അടുത്ത ചോദ്യം, KSEB ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ഈ വിജിലൻസ് പരിശോധനയുടെ പേര്. അടുത്ത ചോദ്യം, കവി K. സച്ചിദാനന്ദൻ്റെ ആത്മകഥ ഏതാണ്? അവിരാമം ആണ് K. സച്ചിദാനന്ദൻ്റെ ആത്മകഥ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, പരാക്രം ദിവസ് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ്. എന്നാണ് പരാക്രം ദിവസ്? പരാക്രം ദിവസ് ആയി ആചരിക്കുന്നത് ജനുവരി 23. അടുത്ത ചോദ്യം, 13ാമത് സത്യജിത് റോയ് പുരസ്കാരം നേടിയത് ആരാണ്? TV ചന്ദ്രനാണ് 13ാമത് സത്യജിത് റായ് പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, ബാഡ്മിൻ്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? PV സിന്ധു.
PV സിന്ധുവാണ് ബാഡ്മിൻ്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത് ഏത് ജീവിയെയാണ്? ബാസിലസ് സബ്റ്റിലിസ് എന്ന സൂക്ഷ്മജീവിയെയാണ് കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത്. സ്വന്തമായി ഔദ്യോഗിക സൂക്ഷ്മജീവിയെ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കൃഷിക്കും ഭക്ഷ്യ സംസ്കരണത്തിനും രോഗപ്രതിരോധത്തിനും ഗുണകരമായ പ്രോബയോട്ടിക് ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലിസ്. ഹേ ബാസിലസ്, ഗ്രാസ് ബാസിലസ് എന്നും പേരുകളുണ്ട്. അടുത്ത ചോദ്യം, കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി ഏതാണ്? കാവൽ എന്നാണ് ഈ പുനരധിവാസ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളുടെ മാനസിക സുസ്ഥിരതയും പഠന പുരോഗതിയും ലക്ഷ്യമാക്കി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി നേത്രപടലം മാറ്റിവെച്ച ജില്ലാ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി വിജയകരമായി നേത്രപടലം മാറ്റിവെച്ച ജില്ലാ ആശുപത്രി. അടുത്ത ചോദ്യം, മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2026 പുരസ്കാരത്തിന് അർഹയായത് ആര്? അരുന്ധതി റോയ്ക്കാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2026 പുരസ്കാരം ലഭിച്ചത്. അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന ആത്മകഥയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ചേമ്പ് ഏതാണ്? ജാമുനി എന്ന ഇനം ചേമ്പാണ് ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺസ് സിംഗിൾസ് വിജയിയായത് ആരാണ്? യെലേന റൈബാക്കിനെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൺസ് സിംഗിൾസ് വിജയിയായത്. അടുത്ത ചോദ്യം, 2026 G7 ഉച്ചകോടിയുടെ വേദി? ഫ്രാൻസിലെ എവിയാൻ ലെസ്ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിയുടെ വേദി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായി ഉടനെ എത്താം. അതുവരെ താങ്ക് യു.